നമസ്തേ. ലോകം മുഴുവൻ വിറകന്വേഷിക്കുമ്പോൾ സ്വന്തം മണ്ണിലെ മണൽത്തരികളിൽ സ്വർണം ഒളിപ്പിച്ചു വെച്ച രാജ്യമാണ് ഇന്ത്യ. 1.4 ബില്യൺ ജനതയുടെ വിശപ്പടക്കാൻ കൽക്കരിയും പെട്രോളിയം മതിയാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ ആകാശത്തെ സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു സ്വപ്നം കണ്ടു. വികസിത രാജ്യങ്ങൾ യുറേനിയത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ ഇന്ത്യ തന്റെ കടൽ തീരത്തെ തോറിയം കുന്നുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ലോകത്തിലെ തോറിയം ശേഖരത്തിന്റെ 25% കൈവശമുള്ള ഭാരതം വരാനിരിക്കുന്ന 700 വർഷത്തെ ഊർജ രഹസ്യമാണ് അവിടെ കരുതി വെച്ചിരിക്കുന്നത്. തോറിയം ഉണ്ടെന്ന് വെച്ച് മാത്രം കാര്യമില്ല, അത് കത്തിക്കാൻ ഒരു തീപ്പൊരി വേണമായിരുന്നു. ശാസ്ത്രലോകത്തെ ഇതിഹാസം ഹോമി ജഹാംഗീർ ഭാഭ 1950കളിൽ വരച്ചു ചേർത്ത 3 ഘട്ടങ്ങളുള്ള മാസ്റ്റർ പ്ലാൻ വെറും കടലാസ് അല്ലായിരുന്നു. അത് ലോകത്തെ അതിശയിപ്പിക്കാനുള്ള ഭാരതത്തിന്റെ ബ്ലൂ പ്രിന്റ് ആയിരുന്നു. 1ാം ഘട്ടത്തിൽ പ്രകൃതിദത്ത യുറേനിയം ഉപയോഗിച്ച് റിയാക്ടറുകൾ പ്രവർത്തിപ്പിച്ച ഇന്ത്യ അതിൽ നിന്നും പ്ലൂട്ടോണിയം എന്ന മാന്ത്രിക ഇന്ധനം വേർതിരിച്ചെടുത്തു. വിറക് കത്തിച്ച് ചാരത്തിന് പകരം സ്വർണമുണ്ടാക്കുന്ന അവിശ്വസനീയമായ വിദ്യയായിരുന്നു അത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി പരിഹസിച്ചു. അപകടകാരിയായ ഈ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് വഴങ്ങില്ല എന്ന് അവർ വിധി എഴുതി. എന്നാൽ 2025 ഏപ്രിൽ 7-ന് കൽപ്പാക്കത്തെ ഫസ്റ്റ് ബ്രീഡൽ റിയാക്ടർ നിർണായകമായ നേട്ടം കൈവരിച്ചപ്പോൾ ലോകം നിശബ്ദമായി. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം സ്വയം നിർമ്മിക്കുന്ന ഈ റിയാക്ടർ ശാസ്ത്രലോകത്തെ ഒരു അത്ഭുതമാണ്. അമേരിക്കയും ജപ്പാനും ഫ്രാൻസും കോടികൾ പൊടിച്ച് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞെടുത്താണ് ഇന്ത്യ വിജയക്കൊടി നാട്ടിയത്. ഈ പോരാട്ടം അത്യന്തം അപകടകരമായിരുന്നു. റിയാക്ടറിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക സോഡിയം വായുവിൽ തട്ടിയാൽ തീ പിടിക്കും, വെള്ളത്തിൽ തട്ടിയാൽ പൊട്ടിത്തെറിക്കും. റഷ്യൻ റിയാക്ടറുകളിൽ പോലും ചോർച്ച ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ പതറിയില്ല. മറ്റു രാജ്യങ്ങൾ സുരക്ഷിതമായ വഴികൾ തേടി ഓടിയപ്പോൾ ഭാരതം വെല്ലുവിളികളെ ഏറ്റെടുത്തു. 22 വർഷത്തെ കഠിനാധ്വാനവും $900 മില്യൺ നിക്ഷേപവും ഇന്ന് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. 2ാം ഘട്ടം വിജയകരമായതോടെ ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ യുറേനിയം 233 എന്ന ഇന്ധനമുണ്ട്. തോറിയത്തിൽ നിന്ന് ഈ ഇന്ധനം നിർമ്മിക്കുന്നതോടെ ഇന്ത്യയുടെ 3ാം ഘട്ടം ആരംഭിക്കുന്നു. ഇത് വെറും ഒരു പദ്ധതിയല്ല, മറിച്ച് ഊർജ മേഖലയിലെ പൂർണ്ണമായ സ്വരാജ് സ്വാതന്ത്ര്യമാണ്. ഇനി നമുക്ക് യുറേനിയത്തിനായി വിദേശങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. നമ്മുടെ മണ്ണിലെ തോറിയം ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ വെളിച്ചമെത്തും. ഇന്ത്യയുടെ ഈ നേട്ടം കേവലം സാങ്കേതികമല്ല, അത് ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകത്തിലെ 6 സമ്പന്ന രാജ്യങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയത് ഭാരതം സാധിച്ചെടുത്തു. ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും സാങ്കേതിക വിദ്യ നിഷേധിച്ചും നമ്മെ തളർത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണിത്. 1966 അന്തരിച്ച ഹോമി ഭാഭയുടെ ദീർഘവീക്ഷണം ഇന്ന് 2026 യാഥാർത്ഥ്യമായിരിക്കുന്നു. അദ്ദേഹം കണ്ട സ്വപ്നം ഇന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഊർജമായി മാറിയിരിക്കുകയാണ്. 3ാം ഘട്ടത്തിലെ അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ വരുന്നതോടെ ഇന്ത്യ ലോകത്തിന്റെ പവർ ഹൗസായി മാറും. തോറിയം ചക്രത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിക്ക് മലിനീകരണമില്ല, ദൗർബല്യമില്ല. ഇത് വരും തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. വികസിത രാജ്യങ്ങൾ പോലും അസൂയയോടെ നോക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ന് ഇന്ത്യയുടെ സ്വന്തം മുദ്രയാണ്. പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ചും പരിമിതമായ ബഡ്ജറ്റിൽ ലോകോത്തര നിലവാരം പുലർത്തിയും ഇന്ത്യ മുന്നേറി. ISRO ബഹിരാകാശത്ത് ചെയ്തതുപോലെ ആണവോർജ മേഖലയിൽ ഭാരതത്തിന്റെ കരുത്ത് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഈ വിപ്ലവം കൽപ്പാക്കത്ത് അവസാനിക്കുന്നില്ല. ഇത് ഇന്ത്യയിലുടനീളം പടരാൻ പോകുന്ന ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ വിജയം പതിറ്റാണ്ടുകൾ നീണ്ട നിശബ്ദമായ പോരാട്ടത്തിന്റെ ഫലമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞർ ലാബുകളിൽ ചെലവഴിച്ച രാത്രികൾക്കും അവർ നേരിട്ട പ്രതിസന്ധികൾക്കും മുന്നിൽ രാജ്യം തലകുനിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിലെ ഓരോ തരി മണലിലും ഇനി രാജ്യത്തെ പ്രകാശിപ്പിക്കാനുള്ള കരുത്തുണ്ട്. ഇത് ഭാരതത്തിന്റെ കാലമാണ്. ഇനി ആർക്കും നമ്മെ തടയാനാകില്ല. ചുരുക്കത്തിൽ തോറിയം എന്ന ഇന്ധനം ഇന്ത്യയുടെ ഭാവി മാറ്റി എഴുതാൻ പോവുകയാണ്. പവർ ഗ്രിഡുകൾ നിറയുമ്പോഴും വ്യവസായങ്ങൾ വളരുമ്പോഴും ഓർക്കുക, അത് നമ്മുടെ മണ്ണിലെ വിഭവങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ്. ഇന്ത്യയുടെ ആണവ സിംഹം ഉണർന്നു കഴിഞ്ഞു. ഇനി 700 വർഷം ഇന്ത്യ ലോകത്തെ നയിക്കും.